പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ? യുദ്ധത്തിന് അറുതിയുണ്ടാകുമോ? നിലവിലെ സൂചനകൾ സമാധാന നീക്കങ്ങൾക്ക് ഫലം കാണുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന തിരിച്ചറിവിൽ പ്രധാന ശക്തികൾ ചർച്ചയുടെ വഴി തേടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഉപാധികൾ അംഗീകരിച്ചാൽ സമാധാന നീക്കങ്ങൾക്ക് തയ്യാറെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുകയാണ്. രാജ്യത്തിന്റെ അവകാശങ്ങൾ അംഗീകരിക്കുക, ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകുക, നാശനഷ്ടങ്ങൾക്ക് പരിഹാരം, സുരക്ഷാ ഗ്യാരണ്ടി എന്നിവയാണ് ഇറാന്റെ ആവശ്യങ്ങൾ. ഈ ഉപാധികൾ US-ഉം ഇസ്രയേലും അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്ന് ഇറാൻ പ്രസിഡന്റ് പറയുന്നു. റഷ്യയിലെയും പാകിസ്ഥാനിലെയും ഭരണകൂടങ്ങളുമായി താൻ സംസാരിച്ചുവെന്നും പ്രദേശത്ത് സമാധാനം പുലരണമെന്നാണ് തന്റെയും നിലപാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാൻ ഭരണകൂടത്തിന്റെ നിർണായക ഇടപെടലിന് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു സമാധാന നീക്കം ഉണ്ടാകുന്നത്. ഈദിന് മുന്നോടിയായി താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ചർച്ചകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നയമാണ് ഒമാൻ സുൽത്താൻ മുന്നോട്ട് വച്ചത്. യുദ്ധമല്ല, ചർച്ചയാണ് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടതെന്നും ഇറാനോട് ഒമാൻ അഭ്യർത്ഥിച്ചു. ഒമാന്റെ ഈ നിരന്തര ശ്രമങ്ങൾക്ക് ഇറാൻ കൈകൊടുക്കുമ്പോൾ എങ്ങനെയാകും അമേരിക്കയും ഇസ്രയേലും അതിനോട് പ്രതികരിക്കുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തണമെന്ന പ്രമേയം UN രക്ഷാസമിതി അംഗീകരിച്ചത് ഇറാനെ ഒന്ന് ചൊടിപ്പിച്ചിട്ടുണ്ട്. 135 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ബഹ്റൈൻ സുരക്ഷാ സമിതിയിൽ പ്രമേയം അവതരിപ്പിച്ചത്. ഇറാന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ബഹ്റൈൻ വാദിച്ചു. ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിലാണ് പ്രമേയം പാസാക്കിയത്. ഇറാന്റെ ആക്രമണങ്ങളെ അപലപിച്ച കൗൺസിൽ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് ലോകത്ത് തന്നെ പ്രതിസന്ധിയുണ്ടാക്കുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. ലോക സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ UN കൗൺസിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് തെളിയിക്കുന്ന പ്രമേയമാണ് ഇതെന്നും ഇരുകൈ നീട്ടിയും ഈ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ബഹ്റൈൻ പ്രതിനിധി ജമാൽ ഫാരസ് അൽറോവൈ അറിയിച്ചു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക നടപടികളെ പ്രമേയത്തിൽ പരാമർശിച്ചില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രമേയം പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമെന്നാണ് ഇറാൻ പ്രതിനിധി പ്രമേയത്തെ എതിർത്തുകൊണ്ട് വാദിച്ചത്. പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് 13 രാജ്യങ്ങൾ വോട്ട് ചെയ്തപ്പോൾ റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളായ റഷ്യയും ചൈനയും ഈ പ്രമേയത്തിന്മേൽ വീറ്റോ അധികാരം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ സുരക്ഷാ കൗൺസിലിൽ ഇറാനെതിരെ ഒരു പ്രമേയവും പാസാക്കാൻ സാധിക്കുമായിരുന്നില്ല. നിലവിൽ ലോകത്തെ എണ്ണക്കടത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ ഇറാന്റെ കരുത്തുറ്റ നിലപാടുകൾ ഇസ്രയേലിന്റെ പ്രതിരോധ തന്ത്രങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ കരുത്ത് തെളിയിക്കുമ്പോൾ പ്രതിരോധത്തിലായ അമേരിക്കയും ഇസ്രയേലും ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കാകും ഇനി തയ്യാറാവുക എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്.